അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഇന്ന് തുടങ്ങിയിരിക്കുന്നു. അതിലെല്ലാ കണ്ടസ്റ്റൻസും അകത്ത് കയറി. നമ്മൾ എത്ര ദിവസമായിട്ട് ആര് കയറും, ഓരോരുത്തരുടെ പേര് പറയണു, എല്ലാവരും ഓരോന്നോരോന്ന് ആലോചിച്ചിരിക്കുന്നു. അവസാനം ആരൊക്കെയാ കയറിയെന്നും എന്തൊക്കെയാ സംഭവങ്ങളെന്നും ബിഗ് ബോസ് ഹൗസും എല്ലാം നമ്മൾ കണ്ടു. കുറെ പ്രഡിക്ഷൻ ലിസ്റ്റിലെ ആൾക്കാരൊക്കെ തന്നെയാ അല്ലേ ഇപ്രാവശ്യം. ഒരു വിധമൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ചൊക്കെ മാറിയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ച ആൾക്കാരൊക്കെ തന്നെയാണ്. ഇപ്രാവശ്യം എന്താ വെച്ചാൽ നമുക്കൊക്കെ കിട്ടിയ ലിസ്റ്റ് ഉണ്ടല്ലോ, 1 മുതൽ 18 വരെയുള്ള പക്കാ കൺഫേംഡ് ലിസ്റ്റില് അതായത് അവസാനമൊക്കെ കിട്ടിയത് കറക്റ്റ് മറ്റേ അവസാനം കിട്ടിയത് അതെ സ്ഥാനം പോലും എനിക്ക് കുറച്ച് മുന്നേ തന്നെ നമുക്ക് വന്നല്ലോ. അപ്പൊ സ്ഥാനം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രീതിയിലാണ് എല്ലാവരും കിട്ടിയിട്ടുള്ളത് അല്ലേ? യെസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇപ്പോൾ ഞാൻ ചെറിയൊരു ഇൻട്രോ കൊടുക്കട്ടെ. വിധു എന്താ അറിയാം, നമ്മൾ ഇപ്പം 2-3 ചാനലാണല്ലോ ടോട്ടലുള്ളത്, കൺഫ്യൂസ്ഡ് ആവണ്ട. ലൈഫ് ഓഫ് വിധു എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ആക്ച്വലി ഇത് വേൾഡ് ചാനലാണ്. അപ്പോൾ പകലൊക്കെ ബിഗ് ബോസ് കംപ്ലീറ്റ് ലൈവ് കാണുന്ന വ്യക്തിയാണ് കുറെ കാലമായിട്ടുള്ള. ഈ റിവ്യൂവിന് വേണ്ടിയിട്ടൊന്നും അല്ലാട്ടോ, ഞാൻ എന്നോ തൊട്ടിട്ട് ഈ ബിഗ് ബോസ് പറഞ്ഞ ഷോയുടെ ഒരു ഫാനാണ്. അപ്പോൾ നല്ല അത്ര ആവശ്യത്തോടു കൂടി തന്നെ കാണും. എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഞാൻ ഇത് വാച്ച് ചെയ്യും. അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ ഒരു ഷോട്. അങ്ങനെ ഒരു അതിപ്പോ ഹിന്ദി ആയാലും ഒക്കെ കാണാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്, ആ ഷോ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് റിവ്യൂ ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങളെ വീട്ടിൽ പണ്ട് പറയേ, ഇപ്പൊ ഞങ്ങള് ബിഗ് ബോസ്, ഞാനൊന്നും ആ സമയത്ത് ബിഗ് ബോസ് കണ്ടില്ല. അതായത് മലയാളി ഹൗസ് ഇടയ്ക്ക് ഉണ്ടായില്ലേ, ഇതൊന്നും കാണാത്ത ഒരു സമയമുണ്ട്. ഞാനൊന്നും അത്ര ഇതിനു മുന്നേ കണ്ടിരുന്നില്ല. ആ സമയത്തൊക്കെ ഞങ്ങളുടെ വീട്ടിലുള്ളൊരു വ്യക്തി ഫുൾ ടൈം ഞങ്ങളുടെ വീട്ടിലല്ല, ഫിസിക്കലി ഇവിടെ ഉണ്ടെങ്കിലും കൂടി മനസ്സ് കംപ്ലീറ്റ് ബിഗ് ബോസ് ഹൗസിലാണെന്നാണ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങളുടെ റിവ്യൂ കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം കേട്ടോ. അപ്പോൾ എന്താ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ എന്താ മിസ്സായിപ്പോയി, എനിക്ക് എന്തോ ഒരു കാര്യം പറഞ്ഞ സമയത്ത്. അപ്പോൾ 2-3 കാര്യങ്ങൾ പറയാനുള്ളത് വെച്ചാൽ, ഞാൻ ഇതിന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗോപ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ റിലേറ്റഡ്. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, സോറി കേട്ടോ. ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 2 പേരുടെ അഭിപ്രായം പറയാം. 2 പേരുടെ മൊബൈലിലുണ്ട്. അപ്പോൾ എന്ത് നിങ്ങൾ മെസ്സേജ് അയച്ചാലും ഞങ്ങൾക്ക് 2 പേർക്കും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഡിസ്കഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലേ വിധു? അതുപോലെ തന്നെ എന്തെങ്കിലും ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലും ഇപ്പോൾ വീഡിയോ ഇടാത്ത സമയമാണെങ്കിൽ അതിൽ ഷെയർ ചെയ്യാം, ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഞങ്ങൾ എത്തിക്കേണ്ട വല്ല ഇൻഫർമേഷനോ വീഡിയോ ക്ലിപ്സോ കാര്യങ്ങളോ പറയാനോ എന്തെങ്കിലും വല്ല ബിഗ് ബോസിലൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നടന്നാലൊക്കെ എത്തിക്കാണ്ടെങ്കിൽ എത്തിക്കാൻ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച കേട്ടോ. അങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒന്നത്. രണ്ടാമത്തത്, ചാനൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മെയിനായിട്ട് നമ്മുടെ ഈ ചാനലിൻ്റെ ഉദ്ദേശം തൽക്കാലം അടുത്ത 100-150 ദിവസത്തേക്ക് ബിഗ് ബോസ് ആണ് അല്ലേ വിധു? അപ്പൊ നമുക്ക് നേരെ വീടിന്റെ ഉള്ളിലേക്ക് പോവാം അല്ലേ? കണ്ടസ്റ്റൻസിനെ കുറിച്ചൊന്നും ഇപ്പൊ ശരിക്കും പറയാലോ, കണ്ടസ്റ്റൻസിനെ കുറിച്ചൊന്നും ഇപ്പൊ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അവര് ഇപ്പം ലാലേട്ടൻ്റെ സ്റ്റേജിൽ വന്നപ്പോൾ പലരും ചിലപ്പോൾ നെർവസ് ആയിട്ടായിരിക്കാം, പലരും നന്നായിട്ട് പെരുമാറാൻ പറ്റിയിരിക്കാം, ചിലവർക്ക് അത്രയ്ക്ക് പറ്റുന്നുണ്ടാവില്ല. അത് ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി വഴിയെ ഓരോരുത്തരെയും കുറിച്ച് നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കാനേ പറ്റും. ഞങ്ങൾ എന്തുകൊണ്ട് നമ്മൾ പറയാൻ കാരണം വെച്ചാൽ, ഞാൻ വിധു എന്നോട് പറഞ്ഞില്ലേ, ആൾക്കാരെ വരുന്നു പറയില്ല. ചില ആൾക്കാർ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ ലാലേട്ടനെ കാണുമ്പോൾ കാണിക്കേണ്ട എക്സൈറ്റ്മെന്റ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ തോന്നിക്കൂടായില്ല. അതിൽ തോന്നിയെന്നല്ല, തോന്നാതിരിക്കാൻ ഞാൻ ആൾക്കാരുടെ പേരും കാര്യങ്ങളൊന്നും പറയില്ല. ചിലപ്പോൾ തോന്നും നമുക്ക് എന്താ വെച്ചാൽ ഇവര് എന്തോ ഒരു എക്സൈറ്റ്മെന്റ് കാണിച്ചില്ലേ, അല്ലെങ്കിൽ ലാലേട്ടനെ കാണുന്ന സമയത്ത് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അപ്പത്തെ ഒരു സാഹചര്യം പോലെ ചിലപ്പോൾ ഒക്കെ ബ്ലാങ്ക് ആയിരിക്കും. ചിലപ്പോൾ കണ്ടിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരും. അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു അഭിലാഷ് എന്ന് പറഞ്ഞ ആളൊക്കെ നല്ലോണം ആളുടെ ഹാപ്പിനെസ് ഒക്കെ ശരിക്കും നമുക്ക് കണ്ടു. ടിക്ടോക്കിൽ മനസ്സിലായി. ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഞാൻ കുറെ അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. അതില് നമുക്ക് കണ്ടസ്റ്റൻസിലേക്ക് പോവാം. അതിന് മുന്നേ 1-2 കാര്യം പറയാനുണ്ട്. ലാലേട്ടൻ വിത്തുമുണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ ശ്രദ്ധിച്ചു, കറുത്ത വേഷം ഇട്ട ലാലേട്ടൻ കട്ടക്കലിപ്പ് പണി, പിന്നെ കുമ്പസാരം ഡയലോഗ് അതെ അങ്ങനെ ആവുമെന്ന് വിചാരിക്കുക. സേഫ് ഗെയിം കളിക്കുന്നവരൊക്കെ പൊളിച്ചടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അവസാനം പിന്നെ കംപ്ലീറ്റ് എല്ലാവരും കൂടി സേഫ് ഗെയിം മാത്രം കളിച്ചടക്കും എന്നുള്ളത് അറിയില്ല. ഇപ്രാവശ്യം തുടക്കത്തിലെ ഗെയിമാണ് ആ ഫസ്റ്റത്തെ ടാസ്ക് കണ്ടില്ലേ? ആ ടാസ്കിൽ നമ്മൾ വിചാരിച്ചു സിമ്പിൾ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല, അതിന്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇതെന്താണെന്ന് വിചാരിച്ചില്ല കേട്ടോ. പെട്ടിയിട്ടല് അല്ല ഇത് എന്നെ സംബന്ധിച്ച് എന്താണ്, നമ്മളിപ്പോൾ ഞാൻ ബിഗ് ബോസിൽ പല ആൾക്കാരും പല രീതിയിൽ ബിഗ് ബോസ് കാണും കേട്ടോ. ഞാൻ ബിഗ് ബോസിൽ ടാസ്ക് ഓറിയന്റഡ് ആയിട്ട് ബിഗ് ബോസിനെ കാണാറില്ല. ഞാൻ
നമുക്ക് എന്താ വെച്ചാല് ഇവര് കൊടുക്കുക ഇത് ടാസ്ക് കിടന്നു പറഞ്ഞപ്പോ അല്ല ടാസ്ക് ഇമ്പോർട്ടന്റ് ആണ് ബിഗ് ബോസിൽ. ഇതാണ് വിധു. ഇവിടെ കഴിഞ്ഞ വർഷമൊക്കെ കണ്ടവർക്ക് അറിയാം, കോട്ടുവായ ഇല്ലാത്ത ഒരു സീസൺ ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല. സത്യം, അത് ഏത് അത് സമയം 10 മണിക്ക് ശേഷം മാത്രം. ആയിക്കോട്ടെ, പകല് കോട്ടായിട്ടാണെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യട്ടോ. അപ്പൊ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ എന്താ ഞാൻ വേറെ പറഞ്ഞു, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് മിസ്സാവുണ്ട് കേട്ടോ. അത് പോട്ടെ, കുഴപ്പമില്ല, നമുക്ക് അതും വിടാം. ടാസ്കിന് വലിയ ടാസ്ക് കുറച്ച് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പോട്ടെ. നമുക്ക് ആ കണ്ടസ്റ്റൻസിന്റെ കാര്യം പറയാം. ഇന്ന് വലിയ ലെങ്തി ബോറടിക്കും, കാരണം ഒന്നും ഇല്ല ഇന്നിപ്പോ പറയാം. അപ്പൊ നമുക്ക് ജസ്റ്റ് കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എടുത്തു ഞാൻ കുറച്ച് ആൾക്കാരെ പേര് എടുത്തു. അനീഷ്, അനുമോള്. അനീഷിന്റെ കാര്യം മാത്രം പറയട്ടെ, ഒരു പ്രത്യേക ക്യാരക്ടറാണ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് തന്നെ അനുമോൾക്ക് ഇട്ടിട്ടൊരു താങ്ങ് കൊടുത്തു. ശ്രദ്ധിച്ചോ? ഭംഗിയില്ല, നേരിട്ട് സ്ക്രീനിൽ കണ്ട ഭംഗിയില്ലല്ലോ നേരിട്ട് കാണാന്നൊക്കെ. ഒരു പെൺകുട്ടിയോട് ഒറ്റയടിക്കെന്നെ പറയുമ്പോ കുറച്ചൊരു സങ്കടമല്ലേ? അങ്ങനെ പറഞ്ഞു. പിന്നെ മാത്രല്ല ബിഹേവിയർ ഒക്കെ ഒരു പ്രത്യേക ടൈപ്പാ തോന്നുന്നു. കടുത്ത സ്ത്രീ വിരോധിയാണ്, ആള് സെപ്പറേറ്റഡ് ആണ്. കടുത്ത സ്ത്രീ വിരോധിയായിട്ടാണ് വന്നത്. അപ്പൊ ആദ്യത്തെ ഡയലോഗ് തന്നെ അത് വേറെല്ലാവരോടും പറയുമെന്ന് നല്ലതൊന്നും എനിക്ക് തോന്നുന്നു. കോട്ടായിട്ടാ ഞാൻ നീച്ചു പോട്ടും. എന്താപ്പത് ഒരു മനുഷ്യ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ എത്ര അധികം ആൾക്കാർ കാണും. അതങ്ങനെ പോട്ടെ, ശീലമായതാ. എന്നാ പോട്ടെ, ചിലപ്പോൾ എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവുണ്ടാവില്ല. പിന്നെ കലാഭവൻ സരിക അക്ബർ ഖാൻ എനിക്ക് അറിയാം, അതേ ഇഷ്ടമാണ്. സ്റ്റാർ സിംഗറിൽ ആ പാട്ട് പാടുന്ന അക്ബറിനെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ആളാ. അങ്ങനെ അയ്യോ, ഞാനിപ്പൊ തന്നെ ഒരാളെ സൈഡ് പിടിച്ചൊന്നും എനിക്ക് അറിയില്ല. നമ്മള് അവിടുത്തെ ഗെയിം കണ്ടിട്ട് കറക്റ്റ് ആയിട്ടേ പറയുള്ളൂ, അല്ലാണ്ട് ഒരാളെ ഇഷ്ടമായിട്ട് അങ്ങനെയൊന്നും പോകില്ല. അക്ബറിനെ എനിക്ക് അറിയാം, പുറത്തായിരുന്ന സമയത്ത് ഇഷ്ടമുള്ള ഒരാളാണ്. നമുക്ക് സൈഡ് പിടിക്കണമെങ്കിൽ ഒരാളുണ്ട്, ഞാൻ പറയാം. നമ്മളെ ആള് പറയാം. ഞാൻ മറ്റേ ചാനലിൽ പറഞ്ഞു, പക്ഷെ എന്നാലും ഞാനുള്ള കാര്യം തന്നെ കേട്ടോ. RJ ബിൻസി, ഓനിൽ സാബു, ബിന്നി, അബിശ്രീന്റെ കാര്യം പറഞ്ഞു, റേണ സുനല്ല, റേന ഫാത്തിമ. പിന്നെ ഞാൻ ഞെട്ടി കേസ് എന്തറിയോ, ഗിസേൽ ഠക്രാൽ, അവര് മോഡലിംഗ് വർക്കൊക്കെ കണ്ടോ? വേറെ ലെവലാണ് ഇത്. അത് കണ്ടാൽ മനസ്സിലാവും. ഇന്റർനാഷണൽ ഇതിലെ ഒരു മോഡലാണ് അവര് നടത്തും. അവര് ആ ഇതൊക്കെ ഇട്ടിട്ട് അവർ ആ സൂട്ട് മറ്റേ എന്താ പറയുക, അവരുടെ വേഷം ഇട്ട് ആ പോയിന്റ് ഹീൽസ് ഒക്കെ ഇട്ട് നടന്നു വരുന്ന സംഭവം ഭയങ്കര. പക്ഷെ മലയാളം ബിഗ് ബോസിൽ അവർ എന്ത് കാണിക്കും എന്ന് എനിക്കറിയില്ല, കണ്ടറിയാം. അത് മാത്രം ചെറിയ സംശയം. പിന്നെ നമ്മുടെ ശാരിക എന്ന് പറയുമ്പോ എന്താ അറിയോ, നല്ല രസമായിട്ട് സംസാരിച്ചു. അതെ, ശാരികയുടെ കുറെ ഐറ്റം ഉണ്ട് പുറത്ത്, ഓരോ കാര്യങ്ങൾ വരുമ്പോൾ വരാം. പിന്നെ എടുത്തു പറയാനുള്ളത് ഷാനവാസ്. എന്തുകൊണ്ട് ഷാനവാസ് എന്നുള്ളത് രുദ്രനായതുകൊണ്ട് മാത്രമല്ല, ഞങ്ങൾ മഞ്ചേരിയാണ്, മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഞങ്ങൾ. അപ്പോൾ ഷാനവാസും മഞ്ചേരിയാണ്, ഷാനു അവനും മഞ്ചേരി തന്നെയാണ്. ഷാനു ഇതൊക്കെ അറിയാമെന്നറിയില്ല, ഞാൻ ഗൾഫ് പോകുന്നതിന് മുന്നേ, അതായത് 2000 മുതൽ 2005 വരെ രാവിലെ പാളിയറമ്പിൽ പോയി ഫുട്ബോൾ കളിച്ചതില്ല. ഇവിടെ ഗ്രൗണ്ടിൽ പോയി പാളിയറമ്പിൽ ഫുട്ബോൾ, അതായത് ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അവൻ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ പണ്ട് ഫുട്ബോൾ കളിച്ചിരുന്ന ആളാണ് ഞാൻ. ആ സമയത്ത് ഇവൻ അവിടെ വന്ന് കളിച്ചിരുന്നു. പിന്നെ ഇവൻ്റെ കോമൺ ഫ്രണ്ട് സ്റ്റഡീസ്, മറ്റേ സിറാജ്, മറ്റേ മുട്ടിപ്പാലയൻ, നമ്മുടെ വീട് അടുത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് മാത്രമല്ല മോള് എന്റെ മോളുടെ നല്ലോണം സ്കൂളിലാണ്, അവള് ചെറിയ ക്ലാസ്സിൽ, അവള് ഏത് ക്ലാസ്സിലും എനിക്കറിയില്ല, പക്ഷെ അവര് തമ്മിൽ നന്നായിട്ട് അറിയാം, എനിക്കും അറിയാം. പക്ഷെ അത് കരുതി അവര് പറയേ നമുക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അവരൊന്നും പറഞ്ഞിട്ടില്ല, നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞാൽ സ്വന്തം നാട്ടിൽ നിന്ന് നേരിട്ട് പരിചയമുള്ള ഒരാൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നന്നായി കളിക്കണേ നമുക്ക് ആഗ്രഹിക്കാം, അങ്ങനെ ആഗ്രഹിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചെന്ന് പറഞ്ഞിരുന്നു, അത് വേറെ പോലത്തിനായി. എന്തായാലും ഷാനവാസ് അത് അങ്ങനെ. രണ്ടാമത് അടുത്തത് നെവിൻ. എന്താ അഭിപ്രായം? ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു, അത് എനിക്ക് യോജിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എത്ര പേർക്ക് യോജിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നെവിൻ പറഞ്ഞൊരു ഡയലോഗ് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാ കഴിവുകളും കൂടിയുള്ള ഒരാളാണ് ഞാൻ എന്നാണ് നെവിൻ പറഞ്ഞത്. എല്ലാ കഴിവുകളും കൂടിയുള്ള, എനിക്ക് അങ്ങനെ പറയുന്ന ആൾക്കാരെ ഇഷ്ടമല്ല. ഐ എം റിയലി സോറി. കോൺഫിഡന്റ് ആയിരിക്കും, എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ പറയുന്ന ആൾക്കാരെ ഇഷ്ടമല്ല. അത് പോട്ടെ, എൻ്റെ ഇഷ്ടമാണല്ലോ അല്ലേ. ഞാൻ പറയുന്നത് എല്ലാ കഴിവുകളും കൂടി ദൈവം കൊടുത്തൊരു വ്യക്തി എന്നും പറയുമ്പോൾ എനിക്കറിയില്ല എന്താ അവിടെ കാണിക്കാറില്ല. എന്തായാലും മാന്തും നക്കും കടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറി പോയിക്കുന്നത്. ഞാവും എന്നൊക്കെ പറഞ്ഞിട്ട് പോയില്ലേ നെവിൻ. പിന്നെ ആദില നൂറയുടെ ഗെയിം ചിലപ്പോൾ കാണാൻ ആൾക്കാർക്ക് കുറെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവരങ്ങനെ തന്നെയാണല്ലോ അതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ പോണത്. അപ്പൊ എല്ലാവർക്കും അതൊരു
അത് എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ ആവശ്യം ലെസ്ബിയൻ കപ്പിൾ ആയത് കാരണം നീ എങ്ങനെയാവും അവർക്ക് അവരുടെ തന്നെ ഉണ്ടാവും എന്തൊക്കെ ഉണ്ടാവാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊന്നല്ല. പക്ഷെ അവര് വളരെ അധികം നിയമ പോരാട്ടത്തിലൂടെ വളരെയധികം പൊരുതി അവര് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. അപ്പൊ അത് അവരുടെ ജീവിതം ഒരുമിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരുമിച്ച് അവരുടെ ലൈഫ് എന്താണെന്നുള്ള കാണിക്കാൻ വലിയൊരു കാര്യം ചെയ്യും. അത് പറയാം. പിന്നെ ശൈത്യ, പിന്നെ നമ്മുടെ രണ സുന അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ എലിയാസ് രേണു സുധി എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ എത്തിയ ആള്. ഇനി പുറത്തുണ്ടായ ഞാൻ പറയട്ടെ, ഉറപ്പിച്ച് പറയാം, പുറത്തുണ്ടായി രേണുവിനെ പറ്റി പറഞ്ഞ വീഡിയോസ് ഒന്നും ബാധിക്കില്ല. അതിൻ്റെ ഉള്ളിലുള്ള ഗെയിം രേണു വേറെ എല്ലാവരുടെയും പോലെ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ അതിൻ്റെ ഉള്ള ഗെയിമേ പറയുള്ളൂ അല്ലെ. പുറത്തുള്ള കാരണം എന്താ അറിയോ, പുറത്തുനിന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും ബിഗ് ബോസിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫേക്ക് ആണോ അല്ലയോ. ഇപ്പൊ രേണു പുറത്ത് എങ്ങനെയാണെന്നുള്ള കണ്ടീഷനിലല്ലേ അങ്ങോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് അതേപോലെ അല്ല വേറെ രീതിയിലാണെന്നുണ്ടെങ്കിലോ ഈ അക്സെപ്റ്റ് ചെയ്യോ? അല്ല, കേറി ചെല്ലണ മാത്രമേ വിധു സ്വാഭാവികമായിട്ടും. ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ഒരു കാര്യം ചെറിയ പറഞ്ഞു. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ലൈഫിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാക്യൂം സഹിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അല്ലേ വിധു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളുടെ സിറ്റുവേഷനിൽ പെട്ടെന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ അയാൾ കൂടെ ഉണ്ട് തോന്നും, അയാളുടെ പേര് ഏത് നിമിഷം എടുക്കും. പിന്നെ എന്ന് വെച്ചാൽ എപ്പോഴും പറയും എപ്പോഴും സുചേട്ടൻ നിങ്ങൾ അത് സ്വാഭാവികമായിട്ട് സുചേട്ടൻ എന്നല്ല ഏതൊരു വ്യക്തി അതിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അയാൾ അങ്ങനെ ആയിരിക്കും അവരുടെ ലൈഫിൽ. പക്ഷെ ഇവരുടെ കേസിൽ എന്താ അറിയോ, ഇത് കണ്ട് ആൾക്കാർ മടുത്തു വിധു. കാരണം ഇതിൻ്റെ കൊല്ലം സുധിയുടെ ഓവർഡോസ് കാരണം ഭഗവാനെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടല്ലേ അല്ലേ, അതുണ്ടായിട്ടില്ല. അതൊന്നും പോരാത്തതിന് സുചേട്ടന്റെ പെട്ടി പിന്നെ കയറി ഉടനെ തന്നെ സുചേട്ടാ ഞാൻ എത്തി. ചിലപ്പോ പറയുമായിരിക്കും ഇത്, മനസ്സ് പറയുമായിരിക്കും. ഇതിനാരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടോ ചിലപ്പോൾ മനസ്സ് വിധുവോ. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് വിധു, ഇപ്പൊ എൻ്റെ അച്ഛൻ ഇല്ലാത്തൊരു സമയത്ത് അച്ഛൻ കൂടെ ഉണ്ടായി കഴിഞ്ഞിട്ട് എനിക്ക് സത്യത്തിലുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അച്ഛൻ്റെ ജോലി കിട്ടി ബാങ്കിൽ കയറി കഴിഞ്ഞ് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എൻ്റെ അറ്റൻഡൻസ് സൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ ഇവിടെ കയറിയിട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ അത് ഉറക്കെ ക്യാമറയിൽ പറയുന്ന സമയത്ത് ഇവരിങ്ങനെ വന്നതായതുകൊണ്ടുള്ള മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ഇത് പ്രശ്നമല്ല ഇതോ, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. അങ്ങനെ ചെന്ന് കഴിയുന്ന സമയത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചേട്ടാ ഞാൻ അവിടെ എത്തിയിട്ടോ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇവരിങ്ങനെ വന്നത് ഇതിൻ്റെ മനസ്സിൽ ചേട്ടാ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിൽ പറയേണ്ടത്. അവര് ഈ പേര് ഒരുപാട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതന്നെ. പിന്നെ ലാസ്റ്റ് അഫാണി സറത്ത് എന്തൊക്കെയാണ് കണ്ടസ്റ്റന്റ് ആവും എനിക്ക് തോന്നുന്നു. നമ്മളാരെ കുറിച്ചൊന്നും ഇല്ലേ. രേണു സുധീനെ പറ്റി പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇത്രയും ദിവസമായിട്ട് കൊണ്ടുനടന്ന ആളാണ്. എന്താണ് ഉണ്ടാവാന്നുള്ളത് കണ്ടറിയാം. ഇത്ര തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ ലെങ്തി ആയതിന് ക്ഷമിക്കണം. നമുക്ക് മാക്സിമം ഷോർട്ടാക്കി വെക്കണം എന്ന് വിചാരിച്ചാണ് തുടങ്ങിയത്. പക്ഷെ എങ്ങനെ സംസാരിച്ചു പോകും. അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക അല്ലെ വീഡിയോ. പിന്നെ പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ വാട്സ്ആപ്പ് ഗ്രൂപ്പും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നും ഇനി അപ്ഡേറ്റ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഇഷ്ടമുള്ളവരൊക്കെ വാച്ച് ചെയ്യാം. യെസ്. അപ്പൊ ഈ ഒരു ചാനലിൽ ഇപ്പൊ നാളെ മുതൽ ഇവിടെ ഒറ്റയ്ക്ക് ഉള്ള വീഡിയോസ് ആവും, പകൽ അപ്ഡേറ്റ്സ് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഞാനും എൻ്റെ രീതിയിൽ, പിന്നെ രാത്രി ഞങ്ങൾ ഒരുമിച്ചും ഉണ്ടാവും. യെസ്. മൊത്തത്തിൽ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് 100-100 ചില്ലാനും ദിവസം അല്ലേ ഇതോ. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വേറെ ഒന്നുമില്ല. ശരി കേട്ടോ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.